നമുക്ക് ആംസ്റ്റർഡാം വരെ പോയാലോ? നിങ്ങൾ വിചാരിക്കും ഹോൾസെയിലാണ്. അല്ല ഗൈസ്, ഞങ്ങൾ മെക്സിക്കോയിലേക്ക് പോകുന്നതിന്റെ പാക്കിംഗ് ആണ് ഈ കാണുന്നത്. മൈ ഗോഡ്. ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഓൾമോസ്റ്റ് റെഡിയായി. നെക്സ്റ്റ് ഡേ ഈവനിങ് ഇറങ്ങി. അപ്പോഴാണ് വെയിറ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്യാതാളാന്ന് വിചാരിച്ച് ചെക്ക് ചെയ്തപ്പോഴേക്കും ആണ് ഗൈസ് പണി കളിയത്. ഞങ്ങൾക്ക് ഒരുപാട് സമയം മാറ്റേണ്ടി വന്നു. പിന്നെയും ചെക്ക് ചെയ്യുന്നു, പിന്നെയും മാറ്റുന്നു. അങ്ങനെ കുറേ സമയം പോയി. എയർപോർട്ടിൽ ഞങ്ങൾ എത്തിയപ്പോഴേക്കും 7 o'clock ആയി. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇൻഡിഗോ ഓഫീസിൽ പോയിട്ട് ഒന്നും കൂടി ബോർഡിംഗ് പാസ് എടുത്തിട്ട് ലഗേജ് ചെക്ക് ഇൻ ചെയ്യേണ്ടി വന്നു. നമ്മുടെ ക്യാരിയർ ബാഗ് ചെക്ക് ചെയ്യും, നമ്മുടെ സേഫ്റ്റി ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഗേറ്റിലേക്കാണ് നേരെ പോകുന്നത്. നമ്മൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് അവന് ഫുഡ് കൊടുത്തു. പക്ഷേ എനിക്ക് കഴിക്കാൻ നേരം കിട്ടിയില്ല. എന്തൊക്കെയോ സ്റ്റഫ് ചെയ്തിട്ട് ബാക്കി കളഞ്ഞു. അപ്പോൾ ഈ ഞങ്ങൾ സീറ്റ് നമ്പറുള്ള റേഞ്ച് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ കയറി ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ്. ആള് ഭയങ്കര ഗൗരവമായിട്ട് എല്ലാം ഇങ്ങനെ നോക്കി എടുക്കുവാണ്. പിന്നെ ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ലൈനൊക്കെ വെട്ടിച്ച് ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ബോർഡിംഗ് ബ്രിഡ്ജ്. ബോർഡിംഗ് ബ്രിഡ്ജിൽ കയറി നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിനേക്കാളും മുന്നേ കേട്ടിട്ടുണ്ട്. നമ്മുടെ ബോർഡിംഗ് പാസ് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് നമ്മൾ കയറ്റിയിടും. എയർ ഹോസ്റ്റസ് ഞങ്ങളെ വെൽക്കം ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ സീറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് 35 മിനിറ്റ്സിൻ്റെ ഒരു ഫ്ലൈറ്റാണ്, ഡൊമസ്റ്റിക് ആണ്. ഇതാണ് ഞങ്ങളുടെ സീറ്റ്. ഇതാണ് ഞങ്ങളുടെ കൂടെയുള്ള ഒരു സീറ്റ്. കോഫിന് മുന്നേ വയലറ്റും എയർ ഹോസ്റ്റസും അനൗൺസ്മെന്റ് എടുത്തു കേട്ടോ. Ladies and gentlemen, boys and girls, welcome on flight 6922. Bengaluru is approximately 45 minutes away. Our aviators today are Captain Hussain and First Officer Salvatore, alongside our crew members, Akansha, Sabya, Smriti, and I are in the lead cabin crew. Speak Hindi and English, prompt and tighten by pulling the tab. Once you are in the aircraft, inflate the light by pulling the red toggle that shown. If it fails to inflate or needs topping up, blow into these tubes. A safety card is located in the seat pocket. അപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1 നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഈ 2 കവറിൽ അവർ കുറച്ച് സ്നാക്സ് മാത്രമേ തന്നിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല. ഫൈനലി ലാൻഡിങ് ആയി. മോസ്റ്റ് 10 PM ആയപ്പോഴേക്കും ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തി. വീൽ ചെയർ അസിസ്റ്റൻസ് പറഞ്ഞേക്കണ കാരണം ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വീൽ ചെയർ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ഞാൻ ടയേർഡ് അല്ലാത്ത കാരണം നദാനുവിനെ ഇരുത്തി, കാരണം അവനെ ഉറക്കം കഴിഞ്ഞ് നീറ്റതാണല്ലോ. അപ്പോൾ പുള്ളി ഞങ്ങളെ കൊണ്ടുപോയി. അത് കാരണം ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് നോക്കേണ്ടി വന്നില്ല. പുള്ളിയെ എന്തായാലും സത്യം പറഞ്ഞാൽ നന്നായി, കാരണം നമുക്ക് വഴിയൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈമാണ് പോകുന്നതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് റൂട്ടൊന്നും ആരുടെയും ചോദിച്ച് പോകേണ്ട ആവശ്യമില്ല, അവർ കൊണ്ടുപോയിക്കൊള്ളും. അങ്ങനെ അവർ നേരെ ഒരു ബസ് സ്റ്റോപ്പിലാണ് നിർത്തിയത്. എന്നിട്ട് അവിടെ നിന്ന് ബസ് കയറ്റി വിട്ട് തന്നു. ബസ്സിൽ കയറിയപ്പോഴേക്കും പുള്ളി പൈസ തരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ 200 rupees ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒറ്റപാടാണ് പുള്ളി ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഞാൻ ആകെ മൊത്തം ഇതായി പോയി. കാരണം അടുത്ത സ്റ്റോപ്പ് വരെയെങ്കിലും ഇറക്കി വിടുമെന്ന് വിചാരിച്ചു. ഇറങ്ങി ചോദിച്ചിട്ട് അവിടെ ഫുള്ളും കുറച്ച് നേരം ഇരുന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയാണ്. മുകളിലോട്ട് നോക്കുമ്പോൾ ബാംഗ്ലൂരിൻ്റെ എയർപോർട്ട് കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ എയർപോർട്ട് എടുത്ത് ഞങ്ങൾ നേരെ അവിടെ ചെക്ക് ഇൻ. അപ്പോൾ സെക്യൂരിറ്റിനെ കാണിച്ച് ഞങ്ങൾ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയിട്ട് ഞങ്ങൾ കുറച്ചും കൂടി വീഡിയോസൊക്കെ കണ്ടു. നല്ല രസമാണ് കാണാൻ. അവിടെ എന്താ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ വീഡിയോ എടുത്ത് നിന്നില്ല. ഞങ്ങൾ നേരെ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ ഗേറ്റിലേക്കാണ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇമിഗ്രേഷൻ ഓഫീസിലേക്കാണ്. അങ്ങനെ ഇമിഗ്രേഷൻ ഓഫീസിൽ ചെന്ന് അവർ ചോദിച്ച എല്ലാ ഡോക്യുമെൻറ്റ്സും കാണിച്ച് അപ്പോൾ പിന്നീട് മനസ്സിലായത് കൗണ്ടറിൽ നിൽക്കുന്ന ഒരു മലയാളിയാണ്. പക്ഷേ എന്തോ അവർ ഞങ്ങളെ കടത്തി വിടുന്നില്ല. ഞങ്ങളെ കഴിഞ്ഞിട്ടുള്ള എല്ലാവരെയും കടത്തി വിടണം. അപ്പോൾ എന്താ കാര്യം ചോദിച്ചിട്ട് അവർ ക്ലിയർ ആയിട്ട് മറുപടി പറയുന്നില്ല. ആ കുട്ടിക്കാണെങ്കിൽ ഒന്നും അറിയില്ല. ചേച്ചിനോട് ചോദിച്ചു, സീനിയർ ഓഫീസേഴ്സിനോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നേരം നിർത്തി. എന്ന് വെച്ചാൽ ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയെങ്കിൽ ഒരു 12:45 12:50 വരെ ഞങ്ങൾ അവിടെ നിൽക്കുവാണ്. ഞാൻ ആകെ മൊത്തം അവശതയായി. എനിക്ക് പിന്നെ ടെൻഷനായി. കൊച്ചും അവശതയായി. അപ്പോൾ ഓഫീസിന്റെ കൗണ്ടറിന്റെ മുകളിൽ ഞാൻ അവനെ കയറ്റി. എന്നിട്ട് ചോദിച്ചു തന്നെ പിന്നെയും പറയുവാണ് എക്സ്പയറി ആയി എന്നൊക്കെ പറഞ്ഞോണ്ട്. TR കാർഡ് ഞാൻ കാണിക്കുന്നുണ്ട്, ടെമ്പററി റെസിഡൻസ് കാർഡ് കാണിക്കുന്നുണ്ട്. എന്നിട്ടും അവിടെ നിർത്തി. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വീൽ ചെയർ വേണമെന്ന്. അങ്ങനെ വീൽ ചെയർ തന്നു. അങ്ങനെ പിന്നെ ചെന്നപ്പോഴേക്കും നിങ്ങളുടെ ആന്ധ്രയിൽ നിന്ന് ഒരു കൊച്ചും കൂടി വരുന്നുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ആ കുട്ടി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. പിന്നെ എൻ്റെ ക്ഷീണമൊക്കെ മാറി. ഞങ്ങളെ കുട്ടിയുടെ കൂടെ പോയി. അലീഷ എന്നാണ് കേട്ടോ പേര്. ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ട്രോളിയൊക്കെ പിടിച്ചിരിക്കാൻ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറി. KLM ഫ്ലൈറ്റിലോട്ട് കയറി. കുട്ടികൾ ഭയങ്കര ഇഷ്ടമെന്ന് തോന്നണം. അവർ നദാനുവിനെ കണ്ടപ്പോൾ ഭയങ്കര കളിപ്പിക്കലായിരുന്നു.
to be. It's the first hour. Habano. അങ്ങനെ ഫൈനലി ഞങ്ങൾ സീറ്റ് കണ്ടുപിടിച്ചിട്ടോ. അപ്പോൾ സീറ്റിൽ അവർ ഒരു കുഷനും തരും, ബ്ലാങ്കറ്റും തരും. പിന്നെ നമുക്കവിടെ ഇഷ്ടം പോലെ വാച്ച് ചെയ്യാനായിട്ട് വീഡിയോസ് കാണാനൊക്കെ ആയിട്ട് ടി വി ഉണ്ട്. ഹെഡ്സെറ്റ് തരും അവർ ഫ്രീ ആയിട്ട്. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കളയാം, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അതാരും ആകെ മൊത്തം ഹാപ്പിയായി. ടി വിയും കൂടി കണ്ടപ്പോഴേക്കും ആകെ മൊത്തം ഹാപ്പിയായി. ഇപ്പോൾ കൂടെ ഉണ്ടായത് ഈ ഒരു അങ്കിളായിരുന്നു. അപ്പോൾ അങ്കിൾ പ്രായമുള്ള കാരണം എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് പാക്കേജ് ഒന്ന് പൊളിച്ച് നോക്കാൻ തോന്നിയത്. അപ്പോൾ അതിലുണ്ടായത് ഒരു ആട്ട ബിസ്ക്കറ്റാണ്. ആട്ട ബിസ്ക്കറ്റ് ഒരെണ്ണം ഞാനങ്ങനെ അവിടെ വെച്ചിട്ട് കൊടുത്തായിരുന്നു. പിന്നെ മക്കന എന്ന് പറഞ്ഞിട്ട് ഹിമാലയ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഈ ഒരു ഫ്രൂട്ടി പോലത്തെ ഒരു ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ. അത് കിട്ടിയ പാടെ തന്നെയാണ് അവന് കൊടുത്തത്. കാരണം ഞങ്ങൾ ആകെ ദാഹിച്ച അവശതയായിട്ട് ഇരിക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾ ടി വി ഓൺ ചെയ്തു. അവന് ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുത്തു. അപ്പോൾ അവന് വെള്ളം കൊണ്ടുവന്നപ്പോൾ അവനെ ദാഹിക്കുന്ന പറഞ്ഞപ്പോൾ മേത്ത് ഒഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച പോർട്ടബിൾ ഗ്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കോ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഹെഡ്സെറ്റ്. അത് നമുക്കിങ്ങനെ പാക്കറ്റിലാക്കി ഓരോ പാസഞ്ചേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് അവർ തരും കേട്ടോ. അപ്പോൾ അത് ഞാൻ കണക്ട് ചെയ്തിട്ട് അവൻ്റെ ചെവിയിൽ വെച്ച് കൊടുത്തിട്ട്, കാരണം ഇത്ര നേരം അവൻ സൗണ്ടൊന്നും ഇല്ലാണ്ടാണ് കണ്ടുകൊണ്ടിരുന്നത് വെച്ചത്. പുള്ളി റിലാക്സ്ഡ് ആയിട്ട് കിടക്കുവാണ്. ഞാൻ ചായയാണ് മേടിച്ചത്, അവൻ ജ്യൂസ് കൊടുത്തു. പിന്നെ ആൾ ഉറങ്ങിയിട്ട് ഞാൻ വിളിക്കാനൊന്നും പോയില്ല. അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഉപ്പുമായും കുറച്ച് സൈഡ് സ്നാക്സും ഫ്രൂട്ട്സ്, യോഗട്ട് ഇതൊക്കെയാണ് തന്നത്. അതിന് പിന്നെ ഞാൻ എണിപ്പിച്ചില്ല. അപ്പോൾ അവൻ്റെ സ്നാക്സ് ഞാൻ പാക്കിലാക്കി വെച്ചു. കാരണം ഓൾമോസ്റ്റ് ഇറങ്ങാറായി. 6 hours ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നു. അറ്റത്ത് അങ്കിളിരിക്കുന്ന കാരണം എനിക്ക് വിളിപ്പിച്ച് എണീറ്റ് പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവനെ നടുക്ക് ഉറങ്ങുമല്ലോ. പിന്നെ അങ്കിൾ എണീറ്റപ്പോഴാണ് ഞാനൊന്ന് എണീറ്റ് റിഫ്രഷ്മെൻ്റ് ഒക്കെ ചെയ്തത്. ലാൻഡിങ് ആയി. പിന്നെ താഴോട്ട് നോക്കിയപ്പോൾ ഫുൾ അവിടെ ഇങ്ങനെ ലേക്ക് ഉണ്ട്. അതിന് ചുറ്റും ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അതിൽ കൂടി ബോട്ടൊക്കെ പോകണമെന്ന് ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ലാൻഡിങ് ആയി. അങ്ങനെ ഞങ്ങൾ ആംസ്റ്റർഡാം എത്തിയിരിക്കുകയാണ് ഗൈസ്. And on behalf of the entire crew, thank you for flying KLM. It was a pleasure having you on board with us today. We wish you good stay in Amsterdam or the Netherlands, or a pleasant onward journey. And we hope to see you again soon. കുട്ടികൾക്ക് ഈ ഫ്ലൈറ്റിൽ നിന്ന് ഗിഫ്റ്റ് പാക്ക് കൊടുക്കുന്നുണ്ടോ? ഗിഫ്റ്റ് പാക്ക് കിട്ടിയായിരുന്നു. അത് ഞാൻ പിന്നീട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേക്കും അവർ വീൽ ചെയറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു എനിക്ക് വീൽ ചെയർ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. Sorry? We don't need wheelchair. Oh, you better tell them. Yes, because they are. Adam? We don't need wheelchair. True? Okay, yeah, definitely. ഗൈസ്, അങ്ങനെ രാവിലെ 7:50 ഞങ്ങൾ ആംസ്റ്റർഡാം എത്തിയിരിക്കുകയാണ്. ആംസ്റ്റർഡാം ഫ്ലൈറ്റ് KLM Asia so cool. They were so warm and polite to us. We love their flight and this is one of it.